നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്, അതായത് വി.ഡി. സതീശൻ സവർക്കർ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള UDFന്റെ ആദ്യത്തെ കേരള ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ ഏറ്റവും പ്രതിഷേധം നേരിട്ട ഒന്നാണ് മദ്യത്തിന്റെ നികുതി കുറയ്ക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ VM സുധീരനും KC വേണുഗോപാലും ഒക്കെ ആ നടപടിയെ വിമർശിച്ചിട്ടുണ്ട്. VM സുധീരനൊക്കെ അങ്ങേയറ്റത്തെ രീതിയിൽ തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ UDF മന്ത്രിസഭയിലുള്ള, അല്ലെങ്കിൽ UDFന്റെ ഈ തെറ്റായ തീരുമാനം, കേരളത്തെ മദ്യത്തെ മുക്കിക്കൊല്ലാനുള്ള ഈ തീരുമാനത്തെ, അപ്പോൾ ചോദിക്കും, ഇടതുപക്ഷം ബാർ കൊണ്ടുവന്നില്ലേ, അല്ലെങ്കിൽ ഇടതുപക്ഷം ബാറുകൾ കൂട്ടിയില്ലേ, ബാറിന് അനുമതി കൊടുത്തില്ലേ എന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തിയില്ല. കാരണം അവർ അങ്ങനെ ചെയ്തുള്ളത് കൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടത്, ആ തെറ്റായ നടപടികൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടത്, പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇസ്ലാം മത വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഇസ്ലാം മത സംഘടനകളാണ്. ഏത് ഇസ്ലാം മത സംഘടനകൾ? UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിച്ച, കഠിനാധ്വാനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ, സോളിഡാരിറ്റി, അതുപോലെ SDPI, അതുപോലെ പിന്നെ ഇതിനെല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന, പ്രവാചകന്റെ സന്താന പരമ്പരകളിൽ പെട്ടതാണെന്ന് അവകാശപ്പെടുന്ന പാണക്കാട് കുടുംബവും അവർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗുമാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കേണ്ടത്. എന്നാൽ ആ പ്രതിഷേധം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെങ്കിൽ, ഇടതുപക്ഷമായിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ പാണക്കാട് കുടുംബം ഏതൊക്കെ രീതിയിൽ പ്രതിഷേധിക്കുമായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മുണ്ടില്ല ആടുമായിരുന്നു, ഇല്ലേ? ഇപ്പോൾ ആർക്കും ഒരു വിഷയവുമില്ല, ആർക്കും ഒരു പ്രതിഷേധവുമില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, വീര്യം കുറഞ്ഞ മദ്യമായതുകൊണ്ട് ഈ പാണക്കാട് കുടുംബം ഇത് ഹലാലാക്കി മാറ്റിയോ? അതായത് ലീഗിന് വോട്ട് ചെയ്തവർക്കൊക്കെ ഇത് കുടിച്ചാൽ കുഴപ്പമില്ല, നാളെ അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരില്ല, നിങ്ങളുടെ കയ്യിൽ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങളെ ഞങ്ങൾ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറ്റിവിടാം എന്ന് വല്ല ഫത്വ ഇറക്കിയിട്ടുണ്ടോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. കാരണം പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവരായിരുന്നു ഇവരെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവർ ആരായിരുന്നാലും എവിടെ ജീവിച്ചിരുന്നാലും അവർ മദ്യത്തിനെതിരാണ്. കാരണം പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവർക്ക് ഒരു പ്രത്യേക മഹത്വമുണ്ടെന്നേ. അവർ തെറ്റിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരു അവസരം അള്ളാഹ് കൊടുക്കത്തില്ല. പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവർക്ക്, അല്ലെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ, ആ സന്താന പരമ്പരകളിൽ പെട്ടവർ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരു അവസരം അള്ളാഹ് കൊടുക്കത്തില്ല. അള്ളാഹ് അതിന് വഴിയൊരുക്കി കൊടുക്കത്തില്ല. അവരെ നേർവഴിക്ക് കൊണ്ടുപോകാനേ അള്ളാഹ് ശ്രമിക്കൂ. അപ്പൊ പ്രവാചകന്റെ സന്താന പരമ്പര, അല്ലെങ്കിൽ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവരുടെ 40ാമത്തെ കുടുംബ വാഴ്ചയിൽപ്പെട്ടവർ ഇതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അവരത് എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുള്ളത്, ഇവർ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവരാണോ അതോ അബൂജാഹിലിന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവരാണോ എന്ന് നമ്മൾ പ്രത്യേകം ആലോചിക്കണമെന്നുള്ളത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെയും പ്രവാചകനെയും ഏറ്റവും കൂടുതൽ എതിർത്തതും, പ്രവാചകനെ നശിപ്പിക്കാൻ ശ്രമിച്ചതും, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതും ആരാ? അബൂജാഹിലും കൂട്ടരുമാണ്. ആ അബൂജാഹിലിന്റെ കൂട്ടരും അബൂജാഹിലിന്റെ പിൻതലമുറക്കാരാണ് ഇസ്ലാമിനെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാരും ഇസ്ലാമിനെ കളങ്കപ്പെടുത്താനോ മറ്റൊരാളെ കൊണ്ട് ഇസ്ലാം മോശമാണെന്ന് പറയിപ്പിക്കാനോ അവസരം ഉണ്ടാക്കത്തില്ല. എന്നാൽ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ പാണക്കാട് കുടുംബവും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗും ഇസ്ലാമിന് ഏതൊക്കെ രീതിയിലെ കളങ്കപ്പെടുത്താനാണ്, ഇസ്ലാമിനെ ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവർ മോശമായി ചിത്രീകരിക്കാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? കക്കാൻ, മുക്കാൻ, നക്കാൻ, കുണ്ടി വഴി സ്വർണം കടത്താൻ, മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ, അതുപോലെ പീഡനം നടത്താൻ, ഇതിലെല്ലാത്തിന്റെ മുമ്പിൽ ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ, അതിന് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ, ഞാനൊരു മുസ്ലിം മത വിശ്വാസിയാണ്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ നിസ്കരിക്കുകയോ നിസ്കരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് പടച്ചവനോട് ഞാൻ കണക്ക് പറഞ്ഞാൽ മതി. ഞാൻ കള്ളു കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ, വിഭജിക്കാതിരിക്കുകയോ, പലിശ കൊടുക്കുകയോ പലിശയ്ക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാനത് ആരോട് കണക്ക് പറഞ്ഞാൽ മതി? പടച്ചോനോട് കണക്ക് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ ആ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തിരിക്കുകയാണെങ്കിൽ, ഒരു ജമാഅത്തിന്റെ കമ്മിറ്റി അംഗങ്ങളായിട്ടോ, ജമാഅത്തിന്റെ പ്രസിഡന്റായിട്ടോ, ഒരു മദ്രസയിലെ അധ്യാപകനായിട്ടോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനയുടെ നേതൃസ്ഥാനത്തോ ഇരുന്നു കൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ?
ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, എന്നെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ ഈ സംഘടനയെ ആയാലും ഈ സമുദായത്തെ ആയാലും വിലയിരുത്തുന്നത്. അപ്പൊ 1000 പള്ളിയുടെ ഖാദി എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു തീരുമാനം വരുമ്പോൾ ആദ്യം പറയണം പറ്റത്തില്ല, മദ്യം ഉപേക്ഷിക്കണം, മദ്യം ഇല്ലാതാക്കണം. എന്താണ് ആര് പറയാനുള്ളത്? പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറയുന്ന പാണക്കാട് കുടുംബക്കാർ പറയുന്നത്. പക്ഷെ അവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മദ്യ കച്ചവടം ചെയ്യൂ, മയക്കുമരുന്ന് കച്ചവടം ചെയ്യൂ, നിങ്ങൾ കേരളം മദ്യത്തിൽ ഒഴുക്കുകയോ ചെയ്തു, ഞങ്ങൾക്ക് 5 മന്ത്രിസ്ഥാനവും വേണം, ഞങ്ങൾക്ക് അധികാരവും വേണം, അത് മാത്രം മതി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ സാഹചര്യങ്ങളിൽ പാണക്കാട് കുടുംബത്തിന്റെയും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെയും തീരുമാനങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളെ നിങ്ങൾ വിലയിരുത്തുക, ഇത് പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണോ അബൂജാഹിലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണോ എന്ന്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം, പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണെന്ന അവകാശവാദവുമായി ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ എവിടെയും ഒരാളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ജീവിച്ചിരിപ്പുണ്ട്, അവർ അള്ളാഹുവിനെ പേടിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ഖുർആൻ അനുസരിച്ച് അവർ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടാകും, അവർ ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകും. പക്ഷെ അവരാരും ഈ ഇസ്ലാം മതത്തെ വിറ്റ് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്ത് അങ്ങനെ ഒരു കുടുംബത്തിന്റെ അങ്ങനെ ഒരു അവകാശവാദവുമായി ജീവിക്കുന്നത് ഈ കേരളത്തിൽ, ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ, ഈ മലപ്പുറത്തുള്ള ഈ പാണക്കാട് കുടുംബക്കാർ മാത്രമാണ് എന്ന് ഇസ്ലാം മത വിശ്വാസികൾ മനസ്സിലാക്കുക, മറ്റ് സഹോദര മതത്തിലുള്ളവർ മനസ്സിലാക്കുക. അവരെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇസ്ലാം മതത്തെ വിലയിരുത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് എന്റെ പാവം ഉമ്മായെയും ഉപ്പായെയും തെറി വിളിക്കുന്ന എല്ലാ ലീഗുകാർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നും അവരുടെ മാതാപിതാക്കളോട് ഇവർ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്നും മാത്രം പറയുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.